ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് വിശേഷൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊരു യൂസ്ഡ് ടെക്സ്റ്റ് ബുക്കാണ്. അതിൻ്റെതായ ചെറിയ പ്രോബ്ലംസ് ഈ പിക്ചറിനുണ്ട് കേട്ടോ, അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പിക്ചർ അറ്റാച്ച് ചെയ്തിട്ടുള്ളതിന്. അപ്പോൾ विशेषण वह विकार्य शब्द है जिससे संज्ञा या सर्वनाम की विशेषता, गुण, ധർമ്മ ആദി പ്രകട് ഹോത്തെ ഹെ. അതായത് വിശേഷൻ എന്ന് പറയുന്നത് ഒരു വികാരി ശബ്ദമാണ്. ഏതൊരു വാക്കിൽ നിന്നാണോ സംജ്ഞ യാ സർവനാം കി വിശേഷത, സംജ്ഞയുടെയോ സർവനാമിന്റെയോ വിശേഷത, ഗുണം, അതുപോലെ തന്നെ ധർമ്മ, ഇതൊക്കെ മനസ്സിലാകുന്നത്, അത്തരം വാക്കുകളെയാണ് വിശേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് രാം അച്ഛ ലഡ്കാ ഹെ. രാം നല്ല ഒരു കുട്ടിയാണ്. സീത അച്ഛി ലഡ്കി ഹെ. സീത നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പോ ഇവിടെ അച്ഛ, അച്ഛി, അതുപോലെ തന്നെ ഉദ്യാൻ മേ സുന്ദർ ഫൂൽ ഖിലേ ഹെ. അപ്പൊ അതിൽ സുന്ദർ, ഇതൊക്കെയാണ് വിശേഷണമായിട്ട് വരുന്നത്. കാരണം സംജ്ഞ അല്ലെങ്കിൽ സർവനാമിന്റെ ഒരു വിശേഷണമാണ് അവിടെ കാണിക്കുന്നത്, ഒരു സ്പെഷ്യാലിറ്റി ആണ് കാണിക്കുന്നത്. ഇനി विशेषण के द्वारा जिस शब्द की विशेषता प्रकट हो उसे विशेष्य कहते हैं. അതായത് വിശേഷണം വഴി ഏതൊരു വാക്കിന്റെ പ്രത്യേകതയാണോ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ആ ഒരു വാക്കിനെയാണ് വിശേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ മേലെ പറഞ്ഞ എക്സാമ്പിൾസിൽ ലഡ്ക, ലഡ്കി, ഫൂൽ, ഇതൊക്കെയാണ് വിശേഷ്യ ആയിട്ട് വരുന്നത്. കാരണം ആ ബോയിന്റെ അല്ലെങ്കിൽ ആ ഗേളിന്റെ അല്ലെങ്കിൽ ആ പൂക്കളുടെ ഇതിന്റെയൊക്കെ സ്പെഷ്യാലിറ്റി ആണ് ഈ വിശേഷൻ വഴി നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വേർഡ്സ് ആണ് അതിന്റെ വിശേഷ്യ ആയിട്ട് വരുന്നത്. हिंदी में विशेष्य के लिंग और वचन के कारण विशेषण के रूपों में परिवर्तन होता है. അപ്പം വിശേഷ്യന്റെ ലിംഗ് അതുപോലെ തന്നെ വചൻ അനുസരിച്ചിട്ട് വിശേഷണില് മാറ്റങ്ങൾ വരും. എക്സാമ്പിള് അച്ഛ ലഡ്ക. അപ്പൊ ലഡ്ക എന്ന് വെക്കുമ്പോൾ അച്ഛ എന്നാണ് വെക്കുന്നത്. അതേസമയം ലഡ്കെ വചൻ മാറി, വചൻ പ്ലൂറലായി, ബഹുവചനായി. അപ്പം ഈ വിശേഷണം എന്തായിട്ട് മാറി? അച്ഛേ എന്നായിട്ട് മാറി. അതുപോലെ തന്നെ ലഡ്കി, അപ്പോൾ ലഡ്ക എന്നുള്ള പുല്ലിംഗ വാക്ക് ലഡ്കി എന്നുള്ള സ്ത്രീലിംഗമായിട്ട് മാറിയപ്പോൾ ഈ അച്ഛ എന്നുള്ളത് അച്ഛി എന്നായിട്ട് മാറി. അപ്പം അതൊരു വികാരി ശബ്ദമാണ് വിശേഷൺ എന്ന് പറയുന്നത്. വിശേഷൻ ശബ്ദം ആകാരാന്ത് അഥവാ ഉകാരാന്ത് हो तो उनमें कोई परिवर्तन नहीं होता. അപ്പോൾ വിശേഷൻ ശബ്ദ അകാരാന്ത് ആണെങ്കിൽ അല്ലെങ്കിൽ ഉകാരാന്ത്, അകാരാന്ത് ഓർ ഉകാരാന്ത്, ഇതിലേതെങ്കിലും ആണെങ്കിൽ അതിനെ മാറ്റങ്ങളൊന്നും വരില്ല. ഇനി എക്സാമ്പിൾ ആണ് ഹോഷിയാർ ലഡ്ക. അപ്പൊ ഇത് അകാരാന്ത് ശബ്ദമാണ്. ഹോഷിയാർ ലഡ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഹോഷിയാർ ലഡ്കി, അപ്പം അത് ലഡ്ക ആയാലും ലഡ്കി ആയാലും ഹോഷിയാർ എന്നുള്ളത് അങ്ങനെ തന്നെ വരുള്ളൂ, കാരണം ഇത് അകാരാന്ത് ശബ്ദമാണ്. ഇനി ഭീരു പുരുഷ്, ഭീരു സ്ത്രീ, അപ്പൊ ഇത് ഉകാരാന്ത് വാക്കുകളാണ്. ഉകാരാന്ത് വാക്കുകൾ വരുമ്പോഴും അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനി ആ കാരാന്ത് ശബ്ദോं के स्त्रीलिंग के दोनों वचनों में आ, ई में और पुल्लिंग में ആ എ മേ ബദൽ ജാത്തെ ഹെ. അതായത് ആകാരാന്ത് വാക്കുകളില് സ്ത്രീലിംഗിന്റെ ദോനോ വചനവുമേ, അതായത് ഏകവചനിലായാലും ബഹുവചനിലായാലും ആ എന്നുള്ളത് ഈ ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ പുല്ലിംഗത്തില് ആ എന്നുള്ളത് എ ആയിട്ട് മാറുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് ബുറ ലഡ്ക. അപ്പൊ ഇതിന്റെ ബഹുവചനാക്കുമ്പോ എന്താണ്? ബുരേ ലഡ്കെ. അപ്പൊ ഇവിടെ ഈ ആ എന്നുള്ളത് എ ആയിട്ട് മാറി. ഇനി ബുരി ലഡ്കി, ബുരി ലഡ്കിയ, ബുരേ ലഡ്കെ നേ, അപ്പൊ അത് ബുരേ ലഡ്കോ നേ എന്നായിട്ട് മാറി. നെക്സ്റ്റ് ആണ് വിശേഷൻ കെ ഭേദ്. അപ്പൊ വിശേഷന്റെ പല ക്ലാസ്സസ് ആണ് ഇനി വരുന്നുണ്ടാവുക. അപ്പൊ അതിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ഗുൺവാചക, ദെൻ സംഖ്യാവാചക, പരിമാൺവാചക, സർവനാമിക. അപ്പൊ അതിലെ ഗുൺവാചക എന്താന്ന് നോക്കാം. ജിസ് വിശേഷൻ സേ സംജ്ഞ या सर्वनाम के गुण, रंग, आकार, दशा, काल, स्थान आदि का बोध हो उसे गुणवाचक विशेषण कहते हैं. इनके कुछ मुख्य रूप इस प्रकार है. അപ്പോൾ ഗുൺവാചക വിശേഷണം എന്ന് പറയുന്നത് ഒരു സംജ്ഞ അല്ലെങ്കിൽ ഒരു സർവനാമിന്റെ എന്തെങ്കിലും ഒരു ഗുണം, അതിപ്പോ കളർ ആവാം, ഷേപ്പ് ആവാം, അതിന്റെ ഒരു സ്റ്റേറ്റ് ആയിരിക്കാം,
അതിൻ്റെ ഒരു പ്ലേസ് ആയിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന വിശേഷണയാണ് ഗുൺവാചക് വിശേഷൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗുൺ എന്ന് വരുന്നതിൽ ഭല, ബുര, സച്ച, ജൂട്ട, ദുഷ്ട്, പാപി, സീധ തുടങ്ങിയവയൊക്കെ പറയുന്നുണ്ട്. അതൊരാളുടെ ഗുണം അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഗുണത്തെയാണ് കാണിക്കുന്നത്. റംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കളർ. അപ്പൊ ലാൽ, പീല, കാല അങ്ങനെ ഉള്ള കളേഴ്സ് വരുമ്പോൾ അത് റംഗിനെ ഡിനോട്ട് ചെയ്യുന്നു. ആകാർ എന്ന് പറയുമ്പോൾ ഷേപ്പ്, ലംബ, ചോട, സീത അങ്ങനെ വരുന്നു. ദെൻ ദശ എന്ന് പറഞ്ഞാൽ അവസ്ഥയെ കാണിക്കുന്നത് ഗരീബ്, അമീർ, ദുബ്ല, പത്ല. അപ്പൊ എന്താണ്? റിച്ച്, പുവർ, അതുപോലെ തന്നെ മെലിഞ്ഞിട്ടുള്ള, ക്ഷീണിച്ചിട്ടുള്ള അങ്ങനെയുള്ള വിശേഷണങ്ങൾ അത് ദശയിൽ വരും. പിന്നെ കാൽ എന്ന് പറയുമ്പോൾ ഭൂത്, വർത്തമാൻ, ഭവിഷ്യ, പ്രാചീൻ, അഗ്ല, പിച്ല തുടങ്ങിയ കാര്യങ്ങൾ. സ്ഥാൻ, ഭീത്രി, ബാഹരി, ഊപ്രി. അപ്പം ഈ സ്ഥാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലേസ് തന്നെ ഡിനോട്ട് ചെയ്യണമെന്നില്ല. ഇപ്പൊ ബീത്രി, ബാഹരി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബീത്രി എന്ന് വെച്ചാൽ ഉള്ളിൽ, ബാഹരി പുറത്ത്, ഊപ്പരി എന്ന് വെച്ചാൽ മുകളില്, ദായ ലെഫ്റ്റ്, ബായ റൈറ്റ്, അമേരിക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ, ഭാരതീയ, ഇന്ത്യൻ അങ്ങനെയാവാം. അപ്പോൾ പ്ലേസും ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആള് എന്തിൻ്റെങ്കിലും പുറത്താണോ ഉള്ളിലാണോ അങ്ങനെയുള്ള ഒരു ലൊക്കേഷനും ഡിനോട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെയാണ് സംഖ്യാവാചക എന്ന് പറയുന്നത്. ജിസ് വിശേഷൺ സെ കിസി സംഖ്യ യാ സർവനാം की संज्ञा का बोध हो उसे സംഖ്യാവാചക വിശേഷൺ कहते हैं. ഒരു സർവനാം അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ നമ്പർ, സംഖ്യയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്ന വിശേഷണാണ് സംഖ്യാവാചകം എന്ന് പറയുന്നത്. അതിന് തന്നെ രണ്ട് സബ് ഡിവിഷൻസ് ഉണ്ട്. നിശ്ചിത് സംഖ്യാവാചകം ഉണ്ട്, അനിശ്ചിത് സംഖ്യാവാചകം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നായിട്ടുള്ള നിശ്ചിത് സംഖ്യാവാചക് വിശേഷണിന് 6 ഡിവിഷൻസ് ഉണ്ട്. അതിന് ഫർദർ 6 ഡിവിഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വണ്ണാണ് പൂർണ്ണാക് ബോധക്. അപ്പൊ അതിൽ 1, 2, 100, 4 അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നതാണ് പൂർണ്ണാക് ബോധക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപൂർണാക് ബോധക്. അപൂർണാക് ബോധകില് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. ഇപ്പൊ ആധ എന്ന് പറഞ്ഞാൽ ഹാഫ്, പോന 3/4, പാവ് 1/4 അങ്ങനെയുള്ള ഡിവിഷൻസ് ആണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, 3 ചൗഥായി 3/4 അങ്ങനെയൊക്കെയുള്ള ഡിവിഷൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ അപൂർണാക് ബോധക് എന്ന് പറയുന്നു. തേർഡ് ഡിവിഷൻ ആണ് ക്രംവാചക്. പെഹല, ദൂസര, സാത്വ. അതായത് ക്രം എന്ന് വെച്ചാൽ ഓർഡർ എന്നാണ് അർത്ഥം. അപ്പോൾ പെഹല ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ വരുന്ന ഓർഡറിൽ വരുന്ന അങ്ങനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സിനെയാണ് ക്രംവാചകിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോർത്ത് വണ്ണാണ് ആവൃത്തിവാചക്. ആവൃത്തിവാചക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ. അപ്പോൾ ദുഗുന 2 ടൈംസ്, തിഗുന അതായത് ഡബിൾ, ട്രിപ്പിൾ, 4 ടൈംസ് അങ്ങനെയൊക്കെ വരുന്നതിനെയാണ് ആവൃത്തിവാചകിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയാണ് സമൂഹവാചക്. സമൂഹവാചകം എന്ന് പറയുമ്പോൾ ദോനോ, ചാരോ, ദസോ, ഹസാരോ അതായത് ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇത്രയും നമ്പേഴ്സ്, ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ് നമ്മൾ പറയുക. ഇപ്പോൾ ദോനോ ചലേ ഗയെ 2 പേരും നടന്നുപോയി, അങ്ങനെ ചാരോ, ദസോ അങ്ങനെ ഒരു സമൂഹത്തെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, ഇത്ര പേരുള്ള ഒരു ഗ്രൂപ്പിന് അങ്ങനത്തെയാണ് സമൂഹവാചകം എന്ന് പറയുന്നത്. 6th വണ്ണാണ് പ്രത്യേക വാചക്. പ്രത്യേക വാചകിൽ വരുന്നതാണ് പ്രതി, പ്രത്യേക, ഹരേക് തുടങ്ങിയ വാക്കുകൾ. അപ്പൊ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകം എടുത്തു പറയുന്ന, പ്രതി എന്ന് വെച്ചാൽ പെർ, ഇംഗ്ലീഷില് പെർ, PER വരുന്നില്ലേ, അതുപോലെ തന്നെ പ്രത്യേകം എന്ന് വെച്ചാലും അങ്ങനെ തന്നെയാണ്, സ്പെസിഫിക് എന്നൊക്കെ ഉള്ള മീനിങ്. ഹരേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈച്ച് അങ്ങനത്തെ മീനിങ്ങിലാണ് ഈ വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി അനിശ്ചിത് സംഖ്യാവാചക്. इस विशेषण से किसी अनिश्चित संख्या का ही बोध होता है, जैसे कुछ लड़के, कई लड़कियां, अनेक बच्चे. അപ്പൊ അനിശ്ചിത് സംഖ്യാവാചകം എന്ന് പറയുമ്പോൾ അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കുച്ച് ലड़के കുറച്ച് ബോയ്സ്, കൈ ലड़कियां ഒരുപാട് ഗേൾസ്, അതേപോലെ തന്നെ അനേക് ബच्चे ഒരുപാട് കുട്ടികൾ. അപ്പൊ അങ്ങനെ കുറച്ച് ഒരുപാട് എന്നൊക്കെ പറയുന്നുള്ളൂ, സ്പെസിഫിക് ആയിട്ട് ഒരു നമ്പർ പറയുന്നില്ല. അതിനാണ് അനിശ്ചിത് സംഖ്യാവാചകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിവിഷൻ ആണ് പരിമാൺ വാചക്. जिस विशेषण से किसी वस्तु की माप तोल अथवा परिमाण का बोध होता है उसे परिमाणवाचक विशेषण कहते हैं. അതായത് ഏതൊരു വിശേഷണത്തിൽ നിന്നാണോ ഒരു വസ്തുവിന്റെ മാപ് തോൽ അഥവാ പരിണാം, അതായത് ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് അത്തരം കാര്യങ്ങൾ മനസ്സിലാകുന്ന
വിശേഷണത്തെയാണ് നമ്മൾ പരിമാൺ വാചകം എന്ന് പറയുന്നത്. അതിനും രണ്ട് ഡിവിഷനാണുള്ളത്, നിശ്ചിത് പരിമാൺ വാചകം, അനിശ്ചിത് പരിമാൺ വാചകം. അപ്പോൾ നിശ്ചിത് പരിമാൺ വാചक बताने के लिए वस्तु के साथ संख्यावाचक विशेषण जोड़ा जाता है. അപ്പോൾ നേരത്തെ നമ്മൾ സംഖ്യാവാചക വിശേഷണം എന്താണെന്ന് പഠിച്ചു. ഈ പരിമാൺ വാചകിലെ തന്നെ നിശ്ചിത് പരിമാൺ വാചക വിശേഷണനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, വിശേഷന്റെ കൂടെ സംഖ്യാവാചക ചേർക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സവാ സേർ ഗേഹൂ, 5 മൻ ചാവൽ, അതേപോലെ തന്നെ പാവ് ഭർ ചീനി. അപ്പൊ ഈ സേർ മൻ ഭർ എന്നൊക്കെ പറയുന്നത് ഓരോ മെഷർമെന്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം ഒരു സംഖ്യ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഖ്യ അത് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു, അത് നിശ്ചിത് പരിമാൺ വാചകമായിട്ട് മാറുന്നു. ഇനി അനിശ്ചിത് പരിമാൺ വാചക് വിശേഷൻ നിമ്നലിഖിത് ഹെ. താഴെ കൊടുത്തിട്ടുള്ളതാണ് അനിശ്ചിത് പരിമാൺ വാചകിന്റെ എക്സാമ്പിൾസ്. തോഡ, ബഹുത്, ജ്യാദ, पूरा, समूचा, अधूरा, पर्याप्त, काफी, यथेष्ट, जरा, कम, सारा, कुछ, अधिक. അപ്പോൾ ഈ അനിശ്ചിത് പരിമാൺ വാചകിലും ഒരു മെഷർമെന്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ കറക്റ്റ് ആയിട്ട് അത് എത്രയാന്ന് പറയുന്നില്ല. ഇപ്പോൾ തോട എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച്. അപ്പോൾ തോട ഗേഹു എന്ന് പറഞ്ഞാലും അവിടെ മെഷർമെന്റ് തന്നെയാണ് വരുന്നത്, കുറച്ച് ഗേഹു. ബഹുത് സാര ഗേഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ഗേഹു അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ആ ഗേഹു എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അനിശ്ചിത് പരിമാൺ വാചക. सार्वनामिक, सर्वनाम यदि विशेषण के रूप में प्रयुक्त हो तो वह सार्वनामिक विशेषण कहलाता है. ഇപ്പോൾ ഒരു സർവനാമിനെ ഒരു വിശേഷണത്തിന്റെ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് സാർവനാമിക് വിശേഷൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് വ ഘർ മേരാ ഹെ. അപ്പൊ അവിടെ വ എന്നുള്ളത് വിശേഷണാണ്. ശരിക്കും വഹ് എന്ന് പറയുന്നത് സർവനാമാണ്, പക്ഷെ ഇവിടെ വിശേഷണമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യഹ് ലഡ്കി കഹാ രഹത്തി ഹെ. ഈ പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നത്, ഇവിടെയും യഹ് എന്നുള്ളത് വിശേഷണമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോൻ മഹാശയ് ആയേ ഹെ. അപ്പൊ ഇതില് കോൻ, ഉസ് ബച്ചേ കാ നാം ക്യാ ഹെ. അപ്പൊ അവിടെ ഉസ് എന്നുള്ള സർവനാമ് എന്തായിട്ട് വിശേഷണമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വിശേഷണോ കെ രൂപാന്തർ. विशेष्य के लिंग, वजन और कारक के कारण विशेषण में जो परिवर्तन उत्पन्न होते हैं उन्हें विशेषणों के रूपांतर कहते हैं. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശേഷ്യന്റെ ലിംഗ്, വചൻ, കാരകനുസരിച്ചിട്ട് വിശേഷണിൽ വരുന്ന മാറ്റങ്ങളെ ആണ് വിശേഷണോ കാ രൂപാന്തർ എന്ന് പറയുന്നത്. ലിംഗ്, വചൻ और कारक के कारण केवल आकारांत विशेषणों में ही വികാർ ഹോത്താ ഹെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിംഗ്, വചൻ, കാരകനുസരിച്ച് ആകാരാന്ത വിശേഷണങ്ങളിലാണ് മാറ്റം വരുന്നത്. ആകാരാന്ത വിശേഷൻ പുല്ലിംഗ് ബഹുവചൻ മേ ഏകാരാന്ത് और स्त्रीलिंग के दोनों वजनों में ഈ കാരാന്ത് ഹോ ജാതി ഹെ. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ആകാരാന്ത വിശേഷണങ്ങള് പുല്ലിംഗ് ബഹുവചനില് ഏകാരാന്തായിട്ട് മാറുന്നു. അതായത് ആ എന്ന് അവസാനിക്കുന്നത് എ ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ സ്ത്രീലിംഗിൽ 2 വചനിലും, അതായത് ഏകവചനിലും ബഹുവചനിലും അവസാനം ഈ ആയിട്ട് മാറുന്നു. ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. പുല്ലിംഗ് ഏകവചൻ, പുല്ലിംഗ് ബഹുവചൻ, സ്ത്രീലിംഗ് ദോനോ വചൻ. അപ്പൊ അച്ഛ എന്നുള്ളത് പുല്ലിംഗ് ബഹുവചനില് അച്ഛേ ആകാരാന്ത് ഏകാരാന്തായിട്ട് മാറി, സ്ത്രീലിംഗിലാവുമ്പോ ഈ കാരാന്തായിട്ട് മാറി. ഇനി കാല, അപ്പൊ അവിടെ കാലേ കാലി, നീല നീലേ നീലി, സസ്ത സസ്തേ സസ്തി ആയിട്ട് മാറി. അപ്വാദ് എക്സെപ്ഷൻ ആയിട്ട് വരുന്നതാണ് സറ, സിന്ദ, മൗജൂദ, ബഡിയ, പെച്ചീദ എക്സെട്ര. ഇതൊക്കെ ഏത് ലിംഗിലായാലും വചനിലായാലും ഒരേപോലെ തന്നെയാണ് ഉപയോഗിക്കുക. ഇപ്പൊ ലഡ്ക സറ ഡർ ഗയാ ഥ, ലഡ്കി സരി ഡർ ഗയി ഥി എന്ന് ആരും പറയില്ല, അത് ലഡ്കി സറ ഡർ ഗയി ഥി തന്നെയാണ് പറയാ. അതേപോലെ തന്നെ ലഡ്ക്കേനെ കഹ മേ ജിന്ദ ബച്ച് ഗയ എന്നൊരു സെന്റൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് ലഡ്ക്കിയായിട്ട് മാറ്റുമ്പോൾ ലഡ്ക്കീനെ കഹ മേ ജിന്ദി ബച്ച് ഗയി എന്ന് ആക്കില്ല എന്ന്, അത് ഈ കാരാന്തായിട്ട് മാറില്ല. ഇത് ഏത് ലിംഗിലായാലും ഇതേപോലെ തന്നെയാണ് ഈ എക്സെപ്ഷനിൽ കൊടുത്തിട്ടുള്ള വേർഡ്സ് നിൽക്കുക. ഓക്കെ, അത് കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ. हिंदी में विशेष्य के कारण आकारांत विशेषण के रूपों में कोई परिवर्तन नहीं होता, जैसे सुंदर बालिका, सुंदर बालक. ഓക്കെ, അക്കാരാന്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. സുന്ദർ ബാലിക അതുപോലെ തന്നെ സുന്ദർ ബാലക് രണ്ടിലും
സുന്ദർ എന്നുള്ളതിന് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല, കാരണം അത് അകാരാന്ത ശബ്ദമാണ്. ലേക്കിൻ संस्कृत के गुणवाचक विशेषणों में विशेष्य के कारण कभी कभी परिवर्तन हो जाता है. ഇനി സംസ്കൃതിലെ ഗുണവാചക വിശേഷണങ്ങളിലെ വിശേഷ്യന്റെ ലിംഗവചൻ കാരകനുസരിച്ചിട്ട് ചില സമയത്ത് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പൊ ഹിന്ദിയിലെ സുന്ദർ നാരി എന്നുള്ളതാണെങ്കിൽ സംസ്കൃതത്തില് അത് സുന്ദരി നാരി എന്നാക്കാറുണ്ട്. ചഞ്ചൽ ബാലിക, അപ്പൊ അത് ചഞ്ചല ബാലിക എന്നാക്കാറുണ്ട്. സംസ്കൃതത്തിൽ മാത്രമാണ് ഈ ഒരു എക്സെപ്ഷൻ വരുന്നത്. लुप्त विशेष्य के विशेषणों में भी विकार होता है. यह विकार विशेषण के लिंग वजन और कारक के अनुरूप होता है. जैसे उतना खाओ जितना पचा सको, उतना ही चलो जितनी चल सकते हो. और ചില സമയത്ത് ഈ വിശേഷണങ്ങൾ നമുക്ക് എവിഡന്റ് ആയിട്ട് സെന്റൻസിൽ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സെന്റൻസസിലും ലിംഗവചൻ കാരകനുസരിച്ചിട്ട് ചേഞ്ചസ് വരാറുണ്ട്. നേരത്തെ പറഞ്ഞ പോർഷനില്ലേ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ സംസ്കൃതത്തിന്. പിന്നെ അതിന്റെ ഇടയിൽ ആ ലുപ്ത് വിശേഷന്റെ കേസും സംസ്കൃതത്തിൽ ചിലപ്പോൾ 2 മാർക്സിന് ചോദിക്കാട്ടോ. അത് 2 എക്സാമ്പിൾ അല്ലേ ഉള്ളൂ, അത് എക്സാമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചാൽ മതിയോ. नेक्स्ट विशेषणों की तुलना. तुलना की दृष्टि से विशेषणों की 3 अवस्थाएं मानी जाती है. അപ്പോൾ വിശേഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് 3 ഡിവിഷൻസ് ആണ് വരുന്നത്. മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ, അങ്ങനെ 3 ഡിവിഷൻസ് ആണ് വരുന്നത്. ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. മൂലാവസ്ഥ, जिस अवस्था में विशेषण अपने मूल रूप में हो अर्थात विशेष्य की अन्य से तुलना नहीं की जाती, उसे മൂലാവസ്ഥ कहते हैं. അപ്പൊ അതായത് ഈ വിശേഷൻ അതിന്റെ ഒറിജിനൽ ഫോമിലാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. അതിന്റെ ആ വിശേഷനെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വിശേഷണയാണ് മൂലാവസ്ഥ എന്ന് പറയുന്നത്. എക്സാമ്പിൾ രാം അച്ഛാ ലഡ്ക ഹെ. അപ്പൊ ഇവിടെ രാമിന്റെ ഒരു വിശേഷൻ മാത്രമാണ് അച്ഛ എന്നുള്ളത് കൊണ്ട് കാണിക്കുന്നത്. കേല മീഠ ഫൽ ഹെ, ആ ഒരു ഫല്ലിന്റെ മിഠാസ്, മിഠാസ് എന്ന് വെച്ചാൽ സ്വീറ്റ്നെസ്, അതിനെയാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. അല്ലാതെ രാമിനെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേലേനെ മറ്റൊരു ഫ്രൂട്ടായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ള വിശേഷന്റെ ഫോമിനെയാണ് നമ്മൾ മൂലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഉത്തരാവസ്ഥ, जिस अवस्था में एक विशेष्य को दूसरे से घटकर या बढ़कर दिखाया जाए उसे उत्तरावस्थ कहते हैं. ഇനി ഏതൊരു അവസ്ഥയിലാണോ ഒരു വിശേഷ്യനെ മറ്റൊരു കാര്യവുമായിട്ട് കുറച്ചോ കൂട്ടിയോ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് അത് നല്ലത് അല്ലെങ്കിൽ അത് ചീത്തയാണെന്നുള്ള രീതിയിൽ പറയുന്നത്, ആ ഒരു കമ്പാരിസൺ നടത്തുന്നത്, അത്തരം ഫോമിലുള്ള വിശേഷനെയാണ് ഉത്തരാവസ്ഥ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഗംഗ യമുന സേ ബഡി ഹെ, ഗംഗ യമുനയേക്കാൾ വലുതാണ്. അപ്പൊ ഇവിടെ ഈ സേ വെച്ചിട്ട് സേ ബഡി ഹെ എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പാരിസൺ ആണ് വന്നത്. രാധ രമ സേ അധിക് സുന്ദർ ഹെ, രാധ രമയേക്കാൾ സുന്ദരിയാണ്. അപ്പോ ഇവിടെ ഉത്തരാവസ്ഥ को दिखाने के लिए സേ, തർ, അപേക്ഷ, അധിക് തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് സെന്റൻസസ് ഫോം ചെയ്യുക. ഇനി അതിന്റെ കുറച്ചും കൂടി എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മോഹൻ സോഹൻ സേ ചതുർ ഹെ, മോഹൻ സോഹനേക്കാളും കണ്ണിങ് ആണ്, ഇന്റലിജന്റ് ആണ്. सोने की उपेक्षा चांदी सस्ती है, सोने की उपेक्षा when compared to gold silver is much cheaper എന്നാണ് പറയുന്നത്. ഗോൾഡിനെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സിൽവറിന്റെ പ്രൈസ് കുറവാണ്. രാധ രമ സെ അധിക് രൂപവതി ഹെ, രാധ രമയേക്കാൾ സുന്ദരിയാണ്, രൂപവതിയാണ്. ഇങ്ങനെയാണ് ആ ഉത്തരാവസ്ഥ വരുന്നത്. ഇനി ഉത്തമാവസ്ഥ, जिस अवस्था में एक विशेष्य को अन्य की तुलना में सबसे घटकर या सबसे बढ़कर बताया जाए उसे ഉത്തമാവസ്ഥ कहते हैं. അതായത് ഏതവസ്ഥയിലാണോ ഒരു വിശേഷ്യനെ മറ്റുള്ളതിൽ നിന്നും വളരെ ഏറ്റവും മോശപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്, അതിനെയാണ് ഉത്തമാവസ്ഥ എന്ന് പറയുന്നത്. ഉത്തരാവസ്ഥയിൽ ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉത്തമാവസ്ഥയിൽ എക്സ്ട്രീം ആയിട്ടുള്ള കമ്പാരിസൺ ആണ് നടത്തുന്നത്. ഒന്നെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും മോശം. അങ്ങനെ उत्तमावस्था दिखाने के लिए सब, सबसे, सब में आदि का प्रयोग किया जाता है. അതിൽ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ് സബ്, സബ്സെ, സബ്മേ തുടങ്ങിയവ. ഗംഗ സബ്സെ പവിത്ര നദി ഹെ, ഗംഗ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള നദിയാണ്. അമേരിക്ക സബ്സെ സമ്പന്ന ദേശ് ഹെ, അമേരിക്ക എന്ന് പറയുന്നത്
ഏറ്റവും വെൽതി ആയിട്ടുള്ള സമ്പന്നമായിട്ടുള്ള രാഷ്ട്രമാണ്. संस्कृत के तत्सम विशेषणों को तर या तम लगाकर क्रमशः उत्तरावस्था या उत्तमावस्था का विशेषण बना लिया जाता है. ഇനി സംസ്കൃതത്തിലെ തത്സം വിശേഷണങ്ങളാണെങ്കിൽ തർ അല്ലെങ്കിൽ തം ചേർത്തിട്ട് ഉത്തരാവസ്ഥ അല്ലെങ്കിൽ ഉത്തമാവസ്ഥ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മൂലാവസ്ഥ സുന്ദർ, ഉത്തരാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് സുന്ദർ തർ, ഉത്തമാവസ്ഥയിലെ സുന്ദർ തം. ഈ മേലെ പറഞ്ഞതുപോലെയാണ് കേട്ടോ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഉത്തരാവസ്ഥ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കമ്പാരിസൺ അല്ലേ ഉള്ളൂ. അപ്പോ സുന്ദർ തർന്ന് ചേർക്കുക, ഉത്തമാവസ്ഥയിലാണ് തംന്ന് ചേർക്കുന്നത്. ഇനി മൂലാവസ്ഥ പ്രിയ, പ്രിയതർ, പ്രിയതം, അധിക്, അധിക്തർ, അധിക്തം, ഉച്ച, ഉച്ചതർ, ഉച്ചതം. അതാ സംസ്കൃതത്തിന്റെ കൺവേർഷൻ ആണ്. ഈ സംസ്കൃതത്തിന്റെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പഠിച്ചു വെക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഹിന്ദിയിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോർമലി നമ്മൾ സെന്റൻസ് എഴുതുന്നത് ആലോചിച്ചിട്ട് തന്നെ പലപ്പോഴും ഈ ലിംഗ് വചനൊക്കെ അനുസരിച്ചിട്ട് എഴുതാൻ എക്സാമ്പിൾസ് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ സംസ്കൃതിന്റെ കൺവേർഷൻ നമുക്ക് പരിചയമില്ലാത്തതായതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇത് എല്ലാ ചാപ്റ്റേഴ്സിലും ഇതുപോലെ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സിന്റെ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. 2 മാർക്സിലൊക്കെ കൺവേർഷൻ ചോദിക്കാം. विशेषणों की व्युत्पत्ति. कुछ विशेषण मूलतः विशेषण ही होते हैं, जैसे काला, लंबा, ऊंचा, मोटा आदि. അപ്പോൾ ചില വിശേഷണങ്ങൾ മാത്രമായിട്ട് തന്നെ ആക്ച്വലി വിശേഷണങ്ങളായി തന്നെ വന്നിട്ടുള്ളവയാണ്. ഇപ്പൊ കാല ബ്ലാക്ക്, ലംബ ടോൾ, ഊച്ച എന്ന് വെച്ചാൽ ഉയരം കൂടിയാന്ന് തന്നെയാണ്. മോട്ട ഫാറ്റ് ആയിട്ടുള്ള. पर कुछ विशेषण संज्ञा सर्वनाम अथवा क्रिया से बनाए जाते हैं. അപ്പോൾ നോർമലി വിശേഷണമായിട്ട് തന്നെയുള്ള കുറച്ച് വാക്കുകളുണ്ട്. അത് കൂടാതെ സംജ്ഞയിൽ നിന്ന്, സർവനാമിൽ നിന്ന്, ക്രിയയിൽ നിന്നൊക്കെ വിശേഷണമായിട്ട് വരുന്ന വാക്കുകളുണ്ട്. ഇവയെ വിശേഷണമാക്കാൻ വേണ്ടിയിട്ട് ഇവയുടെ കൂടെ ചില പ്രത്യയങ്ങൾ കൂട്ടിച്ചേർക്കാണ് ചെയ്യുക. അപ്പൊ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതില് താഴെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസിൽ കുറേയൊക്കെ അത്യാവശ്യം കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതില് 2 എണ്ണമൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോ ഇങ്ങനെ ഒരു സംഭവം ചോദിക്കുകയാണെങ്കിൽ മാത്രം, അതായത് ഇനി ക്രിയ അതുപോലെ തന്നെ സംജ്ഞ ഇതിൽ നിന്നൊക്കെ വരുന്ന വിശേഷന്റെ 2 എക്സാമ്പിൾ എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പമുള്ളതാണ്. ബുദ്ധി, അപ്പൊ അതിന് എന്തായിട്ട് മാറ്റുന്നു? ബുദ്ധിമാനായിട്ട് മാറ്റുന്നു. രംഗ് രംഗീലി, ധൻ ധൻവാൻ, പ്രേം പ്രേമി. ഇതൊക്കെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടി എളുപ്പമുള്ളതാണ്. കൃപ കൃപാലു, ദയ ദയാലു. ഇതൊക്കെ ഈസിലി ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നത് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ അത്രയാണ് വിശേഷണിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.